ശ്രീരാമൻ ബാലിയെ ഒളിഞ്ഞിരുന്ന് കൊന്നതെന്തിന്? ഇതിന് പുറകില് വലിയൊരു കാരണം ഹനുമാൻജിയായിരുന്നു. എന്നാൽ എന്തു കാരണം കൊണ്ടാണ് ശ്രീരാമൻ ബാലിയെ ഒളിഞ്ഞിരുന്ന് കൊല്ലേണ്ടി വന്നത്? ശ്രീരാമനും ഭയന്നിരുന്നോ ബാലിയുടെ മുന്നിൽ പോയാൽ തന്റെ പകുതി ശക്തി നഷ്ടപ്പെടുമെന്നും ബാലി തന്നെ തോൽപ്പിക്കുമെന്നും? കൂടാതെ ഈ കഥയിൽ നാം ബാലി ഹനുമാൻജിയെ യുദ്ധത്തിന് വെല്ലുവിളിച്ചപ്പോൾ എന്തുണ്ടായി എന്ന് അതും മനസ്സിലാക്കാം. വരൂ, നമുക്ക് ഇന്നത്തെ കഥ തുടങ്ങാം. കഥ തുടങ്ങുന്നതിന് മുമ്പ് താങ്കൾ ബാലിയെക്കുറിച്ച് ചിലത് അറിഞ്ഞിരിക്കണം. കഥകളിൽ പറയുന്നത് ബാലി ഇന്ദ്രൻ്റെ ധർമ്മപുത്രനായിരുന്നു എന്നാണ്. ഇന്ദ്രദേവനിൽ നിന്നും ഒരു അജയമാല ലഭിച്ച ബാലിയുടെ ശക്തി 1000 മടങ്ങ് വർദ്ധിച്ചു. ഈ ശക്തിയാൽ ബാലി കുറേ യുദ്ധങ്ങൾ ചെയ്ത് എല്ലാറ്റിലും വിജയിയായി. ഇതിനുശേഷം ബാലി ബ്രഹ്മാവിനെ തപസ് ചെയ്ത് പ്രീതിപ്പെടുത്തി ബ്രഹ്മാവ് കൊടുത്ത വരത്താൽ ബാലി ആരോട് യുദ്ധം ചെയ്താലും ശത്രുവിൻ്റെ പകുതി ശക്തി തന്നിലേക്ക് വരുമെന്ന് വരം ലഭിച്ചു. ഈ വരത്തോടെ ബാലി അസുരന്മാരെ തൻ്റെ മുമ്പിൽ നിൽക്കാൻ പോലും പറ്റാത്തതാക്കി ആയിരക്കണക്കിന് രാക്ഷസന്മാരെ വധിച്ചു. ഒരു ഭാഗത്ത് ബാലി തൻ്റെ ശക്തിയാൽ മുന്നോട്ട് നീങ്ങുമ്പോൾ മറുവശത്ത് രാവണനും അതീവ ശക്തിശാലിയായി തീർന്നിരുന്നു. 3 ലോകങ്ങളെയും വിറപ്പിച്ചിരുന്നു. രാവണനോട് വെല്ലാൻ ആരും ധൈര്യപ്പെട്ടിരുന്നില്ല. രാവണന് തൻ്റെ ശക്തിയിൽ വലിയ അഹങ്കാരമായിരുന്നു. തൻ്റെ മുന്നിൽ ആർക്കും പിടിച്ചു നിൽക്കാനാവില്ലെന്ന് അദ്ദേഹം വിശ്വസിച്ചു. ബാലിയെക്കുറിച്ച് അറിഞ്ഞപ്പോൾ തൻ്റെ ശക്തിയിൽ അഹങ്കരിച്ച രാവണൻ ബാലിയെ എതിർക്കാൻ കിഷ്കിന്ധയിലേക്ക് പുറപ്പെട്ടു. പക്ഷേ ബാലിയുടെ മുമ്പിൽ ചെന്നാൽ തൻ്റെ പകുതി ശക്തിയും നഷ്ടപ്പെടുമെന്ന് രാവണൻ അറിഞ്ഞില്ല. കിഷ്കിന്ധയിൽ എത്തി ബാലിയെ വെല്ലുവിളിച്ചു. രാവണൻ്റെ വെല്ലുവിളി കേട്ട ബാലി പുറത്തു വന്നു. രാവണൻ യുദ്ധം ചെയ്യാൻ ബാലിയോട് പറഞ്ഞു. ബാലി അത് സ്വീകരിച്ചു. പിന്നീട് ഇരുവരും തമ്മിൽ ഘോര യുദ്ധം നടന്നു. എന്നാൽ ബാലിയുടെ വരദാനത്താൽ രാവണൻ്റെ പാതി ശക്തിയും ചോർന്നുപോയി. അങ്ങനെ ബാലി രാവണനെ യുദ്ധത്തിൽ തോൽപ്പിച്ചു. അങ്ങനെ ബാലി രാവണനെ തടങ്കലിലാക്കി. രാവണനെ തോൽപ്പിച്ച ശേഷം ബാലിക്ക് തൻ്റെ ശക്തിയിൽ വളരെ അഹങ്കാരം വർദ്ധിച്ചു. തൻ്റെ ശക്തി പ്രദർശിപ്പിക്കാനായി ദിവസവും രാവണനെ പിടിച്ചുകൊണ്ട് യാത്ര ചെയ്യുമായിരുന്നു. രാവണൻ പിന്നീട് ബാലിയോട് മാപ്പ് പറഞ്ഞു. രണ്ടുപേരും മിത്രങ്ങളുമായി. പക്ഷെ അപ്പോഴേക്കും ബാലിയുടെ അഹങ്കാരം ആകാശത്തോളം വളർന്നിരുന്നു. ഒരിക്കൽ ബാലി വനത്തിലെത്തിയ അഹങ്കാരത്തോടെ അവിടുത്തെ വൃക്ഷങ്ങളും പാറക്കല്ലുകളും എടുത്തെറിയാൻ തുടങ്ങി. അതേ വനത്തിൽ ഹനുമാൻജി ശ്രീരാമനെ തപസ്സു ചെയ്യുന്നുണ്ടായിരുന്നു. ബാലി ഹനുമാൻജിയുടെ അടുത്തെത്തി. ദിവസവും രാം രാം മന്ത്രം ജപിക്കുന്നതിന് പകരം രാജാവായ ബാലിയെ ധ്യാനിക്കേ എന്ന് പറഞ്ഞു. ഇത് കേട്ട ഹനുമാൻജി മൃദുവായി മനഹസിച്ചു. തൻ്റെ ധ്യാനത്തിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു. ഇത് കണ്ട ബാലി ക്ഷുഭിതനായി. ഹനുമാൻജിയോട് പറഞ്ഞു, ഞാൻ നിന്റെ രാമനേക്കാൾ ശക്തിശാലിയാണ്. എൻ്റെ മുന്നിൽ വന്ന രാമനെയും ഞാൻ തോൽപ്പിക്കാം. സംസാരം തന്നെക്കുറിച്ചായപ്പോൾ ഹനുമാൻജി നിശബ്ദനായിരുന്നു. എന്നാൽ തൻ്റെ പ്രഭുവിനെക്കുറിച്ച് നിന്ദ അദ്ദേഹം സഹിച്ചില്ല. ഹേ വാനര രാജാവേ, എൻ്റെ പ്രഭു ശ്രീരാമനോട് യുദ്ധം ചെയ്യുന്നതിന് മുമ്പ് താങ്കൾ അദ്ദേഹത്തിൻ്റെ ഈ ദാസനോട് യുദ്ധം ചെയ്യാമോ? തൻ്റെ ശക്തിയിൽ അഹങ്കരിച്ച് ബാലി തയ്യാറായി. പറഞ്ഞു, നാളെ നേരം വെളുക്കുമ്പോൾ രണഭൂമിയിൽ വെച്ച് നമുക്ക് കാണാം. ബാലി തൻ്റെ വഴിക്ക് പോയി. ഹനുമാൻജി തൻ്റെ തപസ്സും തുടർന്നു. ഹനുമാൻജി ആകട്ടെ തൻ്റെ രാം രാം ജപവും തുടർന്നു. ഈ വിവരം അറിഞ്ഞ ബ്രഹ്മാവ് ഹനുമാൻജിയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് ഹനുമാൻജിയെ ഈ യുദ്ധത്തിൽ നിന്നും പിന്തിരിപ്പിക്കാൻ നോക്കി. ഹനുമാൻജി ബ്രഹ്മാവിനെ തൊഴുതുകൊണ്ട് പറഞ്ഞു, അല്ലയോ ബ്രഹ്മദേവ, കാര്യം എന്നെക്കുറിച്ചായിരുന്നപ്പോൾ ഞാൻ ഒന്നും പറഞ്ഞില്ല. പക്ഷേ ഇപ്പോൾ കാര്യം എൻ്റെ പ്രഭുവിനെക്കുറിച്ചാണ്. ഞാൻ തീർച്ചയായും യുദ്ധം ചെയ്യും. ബ്രഹ്മദേവൻ പറഞ്ഞു, ഹേ ഹനുമാൻ, ശരി, യുദ്ധം ചെയ്തോളൂ. പക്ഷേ നാളത്തെ യുദ്ധത്തിൽ തൻ്റെ 10-1 ശക്തി മാത്രമേ കൊണ്ടുപോകാവൂ. ബാക്കി ശക്തി ശ്രീരാമൻ്റെ പാദത്തിൽ സമർപ്പിക്കുക. യുദ്ധത്തിന് ശേഷം മാത്രം അത് തിരിച്ചെടുക്കുക. ഹനുമാൻജി ബ്രഹ്മദേവൻ്റെ വാക്ക് സ്വീകരിച്ചു. പിറ്റേന്ന് തൻ്റെ 10-1 ശക്തിയുമായാണ് അദ്ദേഹം പോയത്. ബാലി കരുതി, ഹനുമാൻ വെറും ഒരു ചെറിയ വാനരൻ. ഇവനെ ഞാൻ എൻ്റെ ദിവ്യശക്തി കൂടാതെ തന്നെ തോൽപ്പിക്കാം. രണ്ടുപേരുടെയും യുദ്ധം ആരംഭിച്ചു. ഹനുമാൻജി ജയിക്കുന്നത് കണ്ട ബാലി ഹനുമാന്റെ പകുതി ശക്തി വലിച്ചെടുക്കാൻ ആരംഭിച്ചു. പക്ഷേ അപ്പോൾ ബാലിയുടെ ശരീരം വലുതാവാൻ തുടങ്ങി. ബാലിക്ക് കാര്യം മനസ്സിലായില്ല. ശരീരം പൊട്ടിപ്പോകുന്ന പോലെ തോന്നി. ബാലിക്ക് തൻ്റെ ശരീരത്തിനുള്ളിൽ ഒരു ജ്വാലാമുഖി പൊട്ടുന്നതായി തോന്നി. പക്ഷേ ഇപ്പോൾ ഹനുമാൻജിയുടെ ശക്തി തന്നിലേക്ക് വരാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. അതുതന്നെ അസഹനീയമായി തുടങ്ങി. ബാലി മഹോത്സവത്തിൻ്റെ വക്കിലായി. ഈ അവസരത്തിൽ
ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ട് ബാലിയോട് പറഞ്ഞു, ബാലി, ജീവൻ രക്ഷിക്കണമെന്ന ആശയുണ്ടെങ്കിൽ ഹനുമാന്റെ കണ്ണിന് മുന്നിൽ നിന്നും ദൂരെ പോ. ഇത് കേട്ട ബാലി ഓടുവാൻ തുടങ്ങി. ദൂരത്ത് പോകുന്തോറും ബാലിയുടെ ശരീരം പഴയ രൂപത്തിൽ ആവാൻ തുടങ്ങി. വളരെ ദൂരത്തെത്തിയപ്പോൾ ബാലി ബ്രഹ്മാവിനോട് ഇതിൻ്റെ കാരണം ചോദിച്ചു. ബ്രഹ്മാവ് പറഞ്ഞു, ഹനുമാൻജിയുടെ ശക്തി സീമകൾ ഇല്ലാത്തതാണ്, അപാരമാണ്. കേവലം അദ്ദേഹത്തിന് മാത്രമേ അത് നിയന്ത്രിക്കാൻ ആകൂ. ഞാൻ പറഞ്ഞത് കേട്ട് അദ്ദേഹം തൻ്റെ 10-1 ശക്തി കൊണ്ടാണ് യുദ്ധത്തിന് വന്നത്. അപ്പോൾ തന്നെ നിനക്ക് ഈ ഗതിയായി. മുഴുവൻ ശക്തിയോടെ ഹനുമാൻജി വന്നിരുന്നെങ്കിലോ എന്താകുമായിരുന്നു? ബ്രഹ്മാവിൻ്റെ വാക്കുകൾ കേട്ട ബാലിക്ക് തൻ്റെ തെറ്റ് മനസ്സിലായി. തൻ്റെ അഹങ്കാരം തവിട് പൊടിയായി. പിന്നീട് ബാലി ഹനുമാൻജിയോട് മാപ്പപേക്ഷിച്ച് അദ്ദേഹത്തോട് ചോദിച്ചു, ഹനുമാൻജി, താങ്കൾക്കുള്ളിൽ സീമയില്ലാത്ത ശക്തി ഉണ്ടായിരുന്നിട്ടും താങ്കൾ ഇത്ര ശാന്തനാകുന്ന എങ്ങനെ? ഇത്രയും പറഞ്ഞ മാപ്പിന് അപേക്ഷിച്ചു. ഹനുമാൻജി പറഞ്ഞു, മാപ്പ് നൽകണമെന്നുണ്ടെങ്കിൽ അത് ശ്രീരാമനാണ്, അദ്ദേഹത്തോട് പറയൂ. ഞാൻ അദ്ദേഹത്തിൻ്റെ ചെറിയൊരു ശിഷ്യൻ മാത്രം. ഇത്രയും പറഞ്ഞ് അദ്ദേഹം ബാലിയെ കെട്ടിപ്പിടിച്ചു. പിന്നീട് ബാലി ശ്രീരാമനാമം ഉരുവിടാൻ തുടങ്ങി. അങ്ങനെ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പേ അവസാനിച്ചു. ഇനി പറയാം ശ്രീരാമൻ ബാലിയെ എന്തുകൊണ്ടാണ് ഒളിഞ്ഞിരുന്ന് കൊന്നതെന്ന്. ഇതിൻ്റെ കാരണം രാമായണത്തിലുണ്ട്. ശ്രീരാമൻ സുഗ്രീവനെ തൻ്റെ മിത്രമായി സ്വീകരിച്ചിരുന്നു. ബാലിയെ വധിക്കാമെന്ന ഉറപ്പും നൽകിയിരുന്നു. ബാലിയുടെ പാപഭാരം കൊണ്ടാണിത്. ക്ഷത്രിയനായ താൻ ലോകത്തിൽ എവിടെയും ആര് പാപം ചെയ്യുന്നുവോ അവരെ ശിക്ഷിക്കേണ്ടവനാണ്. ബാലി സുഗ്രീവനെ തൻ്റെ രാജ്യത്തിൽ നിന്നും പുറത്താക്കി അദ്ദേഹത്തിൻ്റെ പത്നി രോമയെ ബലം പ്രയോഗിച്ച് തൻ്റേതാക്കി. ഇതിനുള്ള ശിക്ഷ മരണം മാത്രമായിരുന്നു. ക്ഷത്രിയനായ രാമന് ഈ ശിക്ഷ ഏതു വിധത്തിലും നൽകാമായിരുന്നു. ശിക്ഷ നൽകുന്നതിന് മുമ്പായി ശ്രീരാമൻ സുഗ്രീവനെ ബാലിയുടെ അടുത്ത് ഒരു അവസാന ശ്രമമായി അയച്ചിരുന്നു. പക്ഷേ ബാലി അത് തിരസ്കരിച്ചു. ശ്രീരാമൻ്റെ കുലത്തിലെ നിയമമനുസരിച്ച് ഒരു മൃഗം ഭ്രാന്ത് പിടിച്ച് എല്ലാവരെയും കടിക്കാനും കൊല്ലാനും ശ്രമിക്കുമ്പോൾ അതിനെ വേട്ടയാടേണ്ടതാണ്. ബാലിയും വാനരജാതിയിൽപ്പെട്ടവനായിരുന്നു, സുഗ്രീവനെ കൊല്ലാനായി പുറപ്പെട്ടവനും. ഇതിനാൽ ശ്രീരാമൻ ബാലിയുടെ ഷിക്കാർ ചെയ്തു. ഷിക്കാർ ഇപ്പോഴും ഒളിഞ്ഞിരുന്നാണല്ലോ ചെയ്യപ്പെടുന്നത്. ഇനി അവസാന വിഷയത്തിലേക്ക് വരാം. ശ്രീരാമൻ ബാലിയുടെ മുന്നിൽ വന്നാൽ ബാലി തൻ്റെ വരദാനത്താൽ ശ്രീരാമൻ്റെ പകുതി ശക്തി വലിക്കുമായിരുന്നു. താങ്കൾക്കറിയാമല്ലോ, ശ്രീരാമൻ്റെ പരമഭക്തനായ ഹനുമാൻ്റെ 10-1 പാതി ശക്തി വലിച്ചപ്പോൾ തന്നെ ബാലിയുടെ ശരീരം പൊട്ടിപ്പോകാറായി. ശ്രീരാമൻ സ്വയം ഭഗവാനാണ്. അങ്ങനെയെങ്കിൽ ബാലി തൽക്ഷണം അവിടെ തന്നെ മരിക്കുമായിരുന്നു. അതിനാലാണ് ബ്രഹ്മാവിൻ്റെ വരദാനത്തെ മാനിച്ച് മറിഞ്ഞിരുന്ന് അമ്പു തൊടുത്തത്. അപ്പോൾ പറയൂ, ജയ് ശ്രീരാം. താങ്കൾക്ക് ഈ കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ് തീർച്ചയായും ചെയ്യുക.